ഇനി പോകുന്നത് ഇന്നലെയാണ് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു സുപ്രധാന വിവരം പുറത്തുവിടുന്നത്. ശബരി പാതയ്ക്ക് പ്രതീക്ഷ നൽകുന്ന ചില പ്രഖ്യാപനമാണ്. അതായത് സ്ഥലം ഏറ്റെടുക്കാനുള്ള പകുതി ചെലവ് വഹിക്കാനുള്ള സന്നദ്ധത സംസ്ഥാന സർക്കാർ ആ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. അതായത് 3 പതിറ്റാണ്ടായി കേരളം കാത്തിരിക്കുന്ന അങ്കമാലി എരുമേലി പാതയ്ക്കായി 1900 കോടി രൂപ കിഫ്ബി വഴി നൽകാനാണ് മന്ത്രിസഭാ യോഗ തീരുമാനം. ഈ തുക ഉപയോഗിച്ച് എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിലെ 303 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുക. നേരത്തെ ദേശീയപാതയ്ക്കായി ഭൂമി ഏറ്റെടുക്കാൻ 5580 കോടി രൂപ ചെലവഴിച്ച സർക്കാർ റെയിൽ പദ്ധതിക്കായി ഇതാദ്യമായിട്ട് പണം ചെലവഴിക്കുകയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ശബരിമല തീർത്ഥാടകർക്ക് പുറമെ മലയോര ജനതയ്ക്കും പ്രയോജനകരമാവുന്ന പാത തെരഞ്ഞെടുപ്പിൽ നേട്ടമാകുമെന്ന പ്രതീക്ഷയും സംസ്ഥാന സർക്കാരിനുണ്ട്. ശ്രദ്ധിക്കുക, കേന്ദ്ര സർക്കാരിൻ്റെ പ്രപ്പോസൽ രണ്ടാമത് വന്നപ്പോൾ ചെങ്ങന്നൂരിൽ നിന്നുള്ള ഒരു പാതയാണ്. പക്ഷേ കേരളത്തിൽ ശബരിമല തീർത്ഥാടകർക്ക് അപ്പുറം റെയിൽവേ ഇതുവരെ കടന്നു പോവാത്ത മേഖലകളിലൂടെ കടന്നു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ, സാധ്യതയും ഉണ്ടാക്കുമെന്നതുകൊണ്ടുകൂടിയാണ് അങ്കമാലി മുതൽ എരുമേലി മുതൽ നീളുന്ന ഒരു പുതിയ പാത. ഈ പ്രപ്പോസൽ എരുമേലിയിൽ തീരുന്നില്ല, മറിച്ചത് എരുമേലിയിൽ നിന്നും പുനലൂരിലേക്ക് ബന്ധിപ്പിക്കുക എന്ന ഒരു കണക്റ്റിംഗ് റൂട്ടാക്കി മാറ്റുക എന്ന സാധ്യത കൂടി സ്റ്റേറ്റ് മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും പുതിയ പ്രഖ്യാപനമാണ്. 1900 കോടി മുടക്കി സ്ഥലം ഏറ്റെടുക്കും. എങ്ങനെയെങ്കിൽ ഇനി റെയിൽവേയുടെ നീക്കവും തുടർ നീക്കങ്ങളുമാണ് പ്രധാനപ്പെട്ടതായി മാറുന്നതെന്ന കാര്യം കൂടിയുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നു. കാരണം അങ്കമാലിയിൽ നിന്ന് ആരംഭിക്കുന്ന റെയിൽവേ പ്രഖ്യാപനത്തിൻ്റെ ആദ്യവട്ട പാതയുടെ പണികളൊക്കെ തുടങ്ങി വെച്ചതാണ്. പിന്നീടാണിത് നിലച്ചുപോയത്. ശബരി റെയിൽ പദ്ധതി തന്നെ നിലച്ചു പോകുന്ന അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞ 22 പതിറ്റാണ്ടിലധികമായി നിലച്ചുപോയ പദ്ധതിക്കൊരു പുതുജീവൻ വയ്ക്കുന്നു എന്ന പ്രതീക്ഷയുണ്ട്. ഡാനി പോൾ ഇതാ ആ പദ്ധതി പ്രദേശത്ത് നിന്ന് തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ഡാനി, ഈ പദ്ധതി പ്രഖ്യാപനം അത് തീർച്ചയായും ഈ പണം ആര് വഹിക്കുമെന്ന ഒരു തർക്കത്തിൽ കുടുങ്ങി അവസാനിച്ച സാഹചര്യമായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനം ഉണ്ടാവുന്നത്. പദ്ധതി മേഖലയിലെ ജനങ്ങൾ, അവർക്കുള്ള പ്രതീക്ഷകൾ എങ്ങനെയാണ്? എന്താണ് അവിടുത്തെ സാഹചര്യം? സജിത്ത്, മധ്യ കേരളത്തിൻ്റെ മലയോര മേഖലകളുടെ ഒരു സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ കാഴ്ചപ്പാടോടുകൂടി തുടങ്ങിയ ശബരി റെയിൽ പ്രഖ്യാപനമാണ്. പിന്നീട് ഏതാണ്ട് 3 പതിറ്റാണ്ടോളമാകുന്ന ഇതേ രീതിയിൽ തന്നെ പോകുമ്പോഴും അടയാളപ്പെടുത്തലുകളുണ്ട്. കാരണം ഞാനുള്ളത് കാലടി റെയിൽവേ സ്റ്റേഷൻ, ശബരി റെയിൽവേ പാതയുടെ ഭാഗമായിട്ടുള്ള കാലടി റെയിൽവേ സ്റ്റേഷൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം അന്നേ പൂർത്തീകരിച്ചിരുന്നു. അപ്പോൾ വലിയ പ്രതീക്ഷകളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഇതിൻ്റെ ഒരു അവസ്ഥയെല്ലാം ഇത് തന്നെയാണത്. ആ പ്രതീക്ഷകളുടെ മുഴുവൻ കേവുഭാരവും എല്ലാം തന്നെ ഇത് താങ്ങുന്നു എന്നതാണ്. വലിയ രീതിയിലേക്ക് പിന്നീട് ഒരു മുന്നോട്ട് പോക്കുണ്ടായില്ല. അടയാളപ്പെടുത്തലുണ്ടാവുന്നത് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ, അതോടൊപ്പം തന്നെ ഒരു മേൽപ്പാലം, ഇങ്ങനെയായ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെയാണ് നിരവധി പേരുടെ ഈ ഒരു സ്ഥലമേറ്റെടുക്കൽ പദ്ധതിയുടെ ഭാഗമായി സ്വാഭാവികമായും സ്ഥലമേറ്റെടുക്കൽ നടപടികൾ ഉണ്ടാവുന്നു. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ കാലങ്ങളായി പദ്ധതി മരവിച്ച് പോകുമ്പോൾ നാട്ടുകാർക്കുണ്ടാകുന്ന ഒരു വിഷമമുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ രീതിയിൽ ഈ തങ്ങളുടെ സ്ഥലവും മറ്റും തന്നെ ഏറ്റെടുത്ത് പോയെങ്കിൽ ഈ പദ്ധതി എങ്ങും എത്താതെ പോകുന്നു എന്നുള്ളത്. അതായത് നോക്കൂ, നമ്മുടെ ക്യാമറ KP ധനീഷ് പകർത്തുന്നത് ഇതിൽ ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ഈ റെയിൽവേ ട്രാക്ക് ഇതിങ്ങനെ അന്ന് തന്നെ സ്ഥാപിക്കുകയാണ്. ഇതിലൂടെ ഒരു പ്രതീക്ഷയുടെ ഒരു വലിയ ചൂളം വിളികളെല്ലാം തന്നെ ഉണ്ടാകുമെന്നതെല്ലാം തന്നെ പ്രതീക്ഷിച്ചാണ്. കാരണം ഇത് തൊട്ടടുത്ത് തന്നെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളവും എല്ലാം തന്നെയുള്ളത്. അപ്പോൾ ഈ ഒരു പ്രതീക്ഷകളെല്ലാം ഈ ജനതയ്ക്ക് ഈ സ്ഥലം ഏറ്റെടുക്കൽ അന്ന് വിട്ടുകൊടുക്കുമ്പോഴെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഈ പദ്ധതിയെക്കുറിച്ച് ആരും ഒന്നും പറയാത്ത അവസ്ഥയിലേക്ക് എല്ലാം തന്നെ പോകുമ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം. ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ റെയിൽവേ പദ്ധതിക്ക് വേണ്ടി പണം മുടക്കാൻ തയ്യാറാവുന്നു എന്ന് പറയുന്നു. ആദ്യകാലത്ത് 2400 കോടി രൂപയാണ് ഇതിന് വിഭാവനം ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ 1000-ലധികം കോടി രൂപയുടെയൊക്കെ വർധനവുണ്ടായിരിക്കുന്നു കാലത്തിനനുസരിച്ച്. പക്ഷേ ഈ ഒരു പ്രഖ്യാപനം ഏത് രീതിയിലാണ് ഈ ഇവിടത്തുകാർ ഏറ്റെടുക്കുന്നത് എന്ന് തന്നെ നോക്കാം. നമുക്കൊപ്പം ഈ സമീപവാസികളുണ്ട്, സ്ഥലം വിട്ടുകൊടുത്തവരുണ്ട്, സമരസമിതിയുടെ ഭാഗമായിട്ടുള്ളവരുണ്ട്, അങ്ങനെ പലരും തന്നെ ചേരുന്നു. സംസ്ഥാന സർക്കാർ നിർണായകമായ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. 1900 കോടി രൂപ ഒരു റെയിൽവേ പദ്ധതിക്ക് വേണ്ടി നീക്കിവെക്കുന്നു എന്നതാണ് ഒരു ചെറിയ കാര്യവുമല്ല. ഒരു വലിയ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങളതിനെ കാണുന്നത്? ഇപ്പോൾ വന്നിരിക്കുന്ന പ്രഖ്യാപനം വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിക്കേണ്ട ഒരു കാര്യമായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിൽ രാജഗോപാൽ ഇവിടെ മന്ത്രിയായ കാലഘട്ടത്തിലാണ് ഈ ശബരി പാത വന്നത്. റെയിൽവേ മന്ത്രി രാജഗോപാലിന്റെ കാലഘട്ടത്തിലാണ് ഇവിടെ ഇത് വന്നത്. പക്ഷേ കാലങ്ങൾ 10-22 വർഷങ്ങൾ കടന്നുപോയി. ഈ പ്രദേശവാസികളെ സംബന്ധിച്ചോളം വളരെ കഷ്ടത്തിലാണിപ്പം. ഇവിടെ വളരെ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഒറ്റ കാര്യം മാത്രമാണ് പറയാനുള്ളത്, ഇപ്പോഴെങ്കിലും ഇതുപോലുള്ളൊരു ഫണ്ട് ഇതിനുവേണ്ടി മാറ്റിവെക്കാൻ കേരള ഗവൺമെന്റ്
തയ്യാറായതിൽ ഞങ്ങൾ സന്തോഷവരാണ്. കാരണം എങ്ങനെയെങ്കിലും ഇത് ഈ പാത നടപ്പിലാകണം. ഇത് ഈ നാടിന്റെ വികസനത്തിന് വളരെ ആവശ്യമാണ്. മാത്രമല്ല ഇതിന് എന്തെല്ലാം കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വലിയ പാളിച്ചകൾ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് പരിഹാരം ഉണ്ടാകണം. ഇപ്പോൾ പുതിയ ബഡ്ജറ്റ് വന്നു, അതിൽ പോലും ₹1 പോലും നീക്കിവെച്ചതായിട്ട് നമുക്ക് ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ പാത പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടെങ്കിലും ഒരു ഫണ്ട് ഇതിനുവേണ്ടി മാറ്റിവെക്കണം കേന്ദ്ര ഗവൺമെന്റ് എന്നാണ് ഞങ്ങൾക്ക് ഈ പ്രദേശവാസികൾ എന്നുള്ള നിലയിൽ പറയാനുള്ളത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനത്തിന് ഒരു പ്രതികരണം ഉടൻ വേണമെന്ന് തന്നെയാണ്. ഉറപ്പായിട്ടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കേരള ഗവൺമെന്റ് അതിന് ഒരു ഇതുപോലുള്ളൊരു നല്ലൊരു കാര്യം പറയുമ്പോൾ അതിനോട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് 100% ഇതിനോട് സഹകരിച്ച് ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ നാട്ടുകാരെന്നുള്ളതിൽ പറയാനുള്ളത്. എങ്ങനെയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ഒരു അവസ്ഥയോടും സാഹചര്യത്തോടും എല്ലാം തന്നെ നിങ്ങൾ കാണുകയാണ്. ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരുമ്പോൾ അതൊരു പ്രതീക്ഷകളും തരുന്നു. വളരെ പ്രതീക്ഷകളുണ്ട്. പക്ഷെ എല്ലാ കാര്യത്തിനും ഒരു സമയമുണ്ടെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്കൊരു സമയം വന്നതായിരിക്കും ഇപ്പോൾ പുതിയതായിട്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒരുമിച്ച് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ എത്രയും പെട്ടെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ജനങ്ങൾക്ക് യാത്രാ സൗകര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ നമുക്ക് വളരെ പരിമിതമാണ്. റെയിൽവേ യാത്ര എന്ന് പറയുന്നത് ഇപ്പോൾ ശബരി റെയിൽവേ എന്ന നിലയിൽ ഇത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. കഴിഞ്ഞ നാളുകളായിട്ട് ഈ ഒരു അവസ്ഥ ഇത് പലരും പറഞ്ഞിട്ട് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു വലിയ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി അതെല്ലാം മാറുന്നു എന്നൊരു ആശ്വാസം ഇതിനിപ്പോൾ ഉണ്ടാവും. അത് മാറണം എന്നുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഇവിടെ സമാധാനപരമായ ഒരു ജീവിതം ഞങ്ങൾക്ക് നയിക്കാനും സമൂഹങ്ങളുടെ ശല്യം ഇല്ലാതിരിക്കാനും സംസ്ഥാന സർക്കാരും അതിന് കൂടുതൽ ശ്രമിക്കണം. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ നമുക്ക് ബജറ്റ് വകയിരുത്തി എത്രയും പെട്ടെന്ന് ഇതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ ഇവിടുത്തെ ജനങ്ങൾക്കും മറ്റ് ജില്ലകളിലെ ആളുകൾക്ക് ഇത് വളരെയധികം ഗുണകരമായ ഒരു മാറ്റത്തിന് തന്നെ ആന്തി കുറിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സ്ഥലം വിട്ടുകൊടുക്കേണ്ടേക്ക് വന്നിട്ടുണ്ടോ? സ്ഥലം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥലം പോയിട്ടുണ്ട്. അവിടെയൊക്കെ എല്ലാ സ്ഥലങ്ങളും കാട് പിടിച്ച് കിടക്കാണ്. അപ്പൊ ഇതിപ്പോ ഈ റെയിൽവേ വരാണെങ്കിൽ ഈ പരിസരവാസികൾക്ക് നല്ലൊരു വൃത്തിയായിട്ടുള്ള സ്ഥലം ഉണ്ടാവും. നന്നായിട്ട് കിടന്ന സ്ഥലങ്ങളാണ് ഇപ്പൊ ഈ കാട് പിടിച്ചൊക്കെ കിടക്കുന്നത്. ആ സ്ഥലങ്ങൾ ഒട്ടും ഉപയോഗിക്കാതെ കിടക്കുമ്പോൾ സങ്കടമാണ്. സങ്കടമാണ്. കാരണം ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത കുറച്ച് കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ കിടക്കാണ്. ഉള്ള സ്ഥലമൊക്കെ ഡാനിയാണ് ആ പ്രദേശവാസികളുമായി ചേരുന്നത്. എന്തായാലും അവർക്ക് നൽകുന്ന ഒരു പുതുപ്രതീക്ഷ ചെറുതല്ല. അവർക്ക് മാത്രമല്ല, അത് ഇനി അങ്ങോട്ടേക്ക് എത്തിച്ചേരാനുള്ള റെയിൽവേ ലൈനിന്റെ അങ്ങേയറ്റം വരെയുള്ള ആളുകൾക്ക് പുതിയ പ്രതീക്ഷയാണ്. കാരണം അങ്കമാലിയിൽ നിന്നും റെയിൽവേ ലൈൻ പുതിയ റൂട്ടുകളിലൂടെ കടന്നു പോവുകയാണ്. കേരളത്തിന് തൊട്ടും പതിവല്ല. കാരണം റെയിൽ വികസനം എന്നത് നമുക്ക് 2 പാതകളിൽ മാത്രം ഒതുങ്ങിപ്പോയതാണ്. അപ്പോൾ എറണാകുളത്ത് നിന്ന് വടക്കുന്ന് വരുന്ന റെയിൽവേ ലൈൻ എറണാകുളം എത്തി ഒന്ന് ആലപ്പുഴയും ഒന്ന് കോട്ടയവും വഴി വീണ്ടും തിരുവനന്തപുരത്ത് മുട്ടുന്ന കായംകുളത്ത് മുട്ടുന്ന നമ്മുടെ പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ റെയിൽവേ റൂട്ടുകൾ കൂടിയാണ് വരുന്നത്. അപ്പോൾ അതായത് ഇതുവരെയും റെയിൽ ലൈൻ കടന്നു പോകാത്ത ഇടങ്ങളിലൂടെ ഒപ്പം ശബരിമല തീർത്ഥാടകർക്ക് കൂടി. അങ്ങനെ നമ്മുടെ ഒരു വലിയ പ്രതീക്ഷയാണ്. 23 വർഷം മുമ്പ് സ്വപ്നം കണ്ട കാര്യമാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷ എങ്കിലും ഒരു പ്രഖ്യാപനമെങ്കിലും ഉണ്ടാവുന്നത് എന്നതാണ്. അപ്പോൾ ഈ പണം പ്രഖ്യാപനത്തിനപ്പുറം ഈ പണം കണ്ടെത്തണം. ഇനി വരാൻ പോകുന്ന ഒരു സർക്കാരിൻ്റെ ബാധ്യത കൂടിയാണ് ഈ പണം കണ്ടെത്തൽ. അപ്പോൾ സ്വാഭാവികമായും ഈ പ്രഖ്യാപനത്തിനൊപ്പമുള്ള നിലപാടുകളാണ് വേണ്ടത്. ആദ്യം വേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ പ്രപ്പോസലിനെ കേന്ദ്ര റെയിൽവേ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ്. അപ്പോൾ അതിൻ്റെ തുടർ നീക്കങ്ങളും ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.